ഹരിത ഭാരതം ഹരിത ഭാരതം കർഷക ഭാരതം കർഷക ഭാരതം ഹരിത ഭാരതം കർഷക ഭാരതം കർഷക ഭാരതം സസ്യശ്യാമളം ഹരിത ഭാരതം വേദദായകം വന്ദനം ക്ഷീരസാഗരം പുണ്യഭാരതം അഖണ്ഡ ഭാരതം വന്ദനം വിജയങ്ങൾ കൊയ്യാൻ ഇനി നമ്മൾ ഉണരാം കണ്ണെത്താ ദൂരം വരാം ഒന്നിച്ചു പാടാം ഒന്നായി പറക്കാം ആകാശമേഘം തൊടാം ഹരിത ഭാരതം. കുട്ടനാട് ആകാശം കവിൾ ചേർത്ത് കിടക്കുകയാണെന്ന് തോന്നിപ്പോകുന്ന കായൽ നിലങ്ങൾ, കാഴ്ചയുടെ അപാരത വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ സൗന്ദര്യ ദർപ്പണം. ഇവിടെ വരാൻ മോഹിക്കാത്ത സഞ്ചാരികളുണ്ടാവില്ല. ഇവിടെ വരുന്നവർക്ക് മടങ്ങിപ്പോകാൻ തോന്നാറുമില്ല. പണ്ട് കൃഷിപ്പാട്ടിൻ്റെയും വള്ളപ്പാട്ടിൻ്റെയും ഈണങ്ങൾ കാറ്റിനും ഓളത്തിനുമൊപ്പം തുള്ളിയിരുന്നു. ഇന്ന് കെട്ടുവള്ളങ്ങളിലെ സഞ്ചാരികൾ നീലാകാശത്തിനും നീലജലോപരിതലത്തിനും മീതെയിരുന്ന് പ്രകൃതിയുടെ സൗന്ദര്യവും ഗ്രാമീണ വിഭവങ്ങളും ആസ്വദിക്കുകയാണ്. കേരളത്തിന്റെ സംസ്കാരത്തെ വിനോദസഞ്ചാരം സ്വാധീനിച്ചപ്പോൾ പുതിയ ശീലങ്ങളും കൂട്ടുകെട്ടുകളുമാണ് വളരെ വേഗത്തിൽ മലയാളികൾക്ക് ലഭിച്ചത്. നെൽകൃഷിയെ മാത്രം ആശ്രയിച്ച് പാടങ്ങളിൽ പണിയെടുത്ത് ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്ന സാധാരണ കർഷകർ പുതിയ ജീവിത രീതികൾ തിരഞ്ഞെടുക്കാൻ നിർബന്ധിതരായി. നമ്മുടെ രുചിയിലും കാഴ്ചയിലും മാറ്റങ്ങൾ വന്നു. പച്ചപ്പാടങ്ങൾ നിത്യവും കണ്ണിന്റെ കണിയായിരുന്ന ദൃശ്യം മാറി. പാടങ്ങൾ ഇപ്പോൾ മീൻ തുള്ളുന്ന കൃഷിനിലങ്ങൾ കൂടിയാണ്. 6 മാസം നെൽകൃഷിയും 6 മാസം മത്സ്യകൃഷിയും ചെയ്യുന്ന ഒരു നെല്ലും ഒരു മീനും പദ്ധതിയാണിത്. നെൽകൃഷി നഷ്ടമായതോടെ തെളിഞ്ഞു വന്ന പുതിയ ജീവിത മാർഗമാണ് മത്സ്യകൃഷി. നാടൻ മത്സ്യങ്ങൾ കൂടാതെ ഉത്തരേന്ത്യയിൽ നിന്ന് വിരുന്നു വന്ന മത്സ്യങ്ങളും കുട്ടനാടൻ കാലാവസ്ഥയിൽ പെറ്റുപെരുകി തുടങ്ങി. കാണാൻ ഭംഗിയും കൗതുകവുമുള്ള അനേകം മത്സ്യങ്ങൾ മലയാളിയുടെ നാവിൻ്റെ ശീലമായി. പക്ഷേ ഇവയിൽ പലതിനും അസ്വസ്ഥമാക്കുന്ന മുള്ളുകളുണ്ട്. കട്ല, രോഹു, ഗ്രാസ്, കാർപ്പ് എന്നിവ ഉദാഹരണം. നല്ല വളർച്ചയാണ് ഇത്തരം മത്സ്യങ്ങൾ കാണിക്കുന്നത്. ഇന്ന് കുട്ടനാടൻ പാടശേഖരങ്ങളിലും കായൽ നിലങ്ങളിലും വൻതോതിൽ ഇത്തരം അന്യസംസ്ഥാന മത്സ്യങ്ങളെ വളർത്തി വിളവെടുക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിന്റെ നാടൻ മത്സ്യങ്ങളായ നാടൻ മുഷിയും വരാലും കാരയും നെയ്മീനുമൊക്കെ വംശനാശ ഭീഷണി നേരിടുകയും ചെയ്യുന്നു. രുചിയുടെ കാര്യത്തിൽ നാടൻ മത്സ്യങ്ങൾ കഴിഞ്ഞേ മറ്റെന്തിനെപ്പറ്റിയും ഇന്നാട്ടുകാർ ചിന്തിക്കൂ. പക്ഷേ അവയുടെ പരിപാലനത്തിനും സംരക്ഷണത്തിനും വേണ്ട കാര്യക്ഷമമായ നടപടികൾ കർഷകരും അധികൃതരും വലിയ രീതിയിൽ എടുക്കുന്നില്ല എന്നത് പരിതാപകരമാണ്. എങ്കിലും ചില സമീപകാല നടപടികൾ ആശ്വാസപ്രദം തന്നെ. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കുമരകത്തെ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്.
ഡോക്ടർ പത്മകുമാറിനാണ് നാടൻ മത്സ്യങ്ങളുടെ കൃത്രിമ പ്രജനന വിദ്യ വികസിപ്പിച്ചെടുക്കുന്നതിന്റെ നേതൃത്വം. മഞ്ഞക്കൂരി, കാരി, തിലോപ്പിയ, വരാൽ തുടങ്ങിയ നാടൻ മത്സ്യങ്ങൾ പലതും വ്യത്യസ്തമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളാൽ വലിയ തോതിൽ വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. വികസിപ്പിച്ചെടുത്ത പ്രജനന വിദ്യയിലൂടെ കർഷകർക്കും സാധാരണക്കാർക്കും ഒരേപോലെ ഈ കേരളീയ വിഭവത്തെ സംരക്ഷിച്ചു നിർത്താൻ കഴിയുന്നു. ഇതൊരു ചെറിയ കാര്യമല്ല. കുട്ടനാട്ടിൽ ഇപ്പോൾ തന്നെ വലിയ രീതിയിൽ നടത്തിവരുന്ന കൃഷിയാണ് കൊഞ്ച്. ടൂറിസത്തിന്റെ വളർച്ച ഒട്ടേറെ സാമ്പത്തിക നേട്ടങ്ങളും തൊഴിലവസരങ്ങളും നൽകുന്നത് ഓർമ്മിക്കുമ്പോൾ തന്നെ അതുണ്ടാക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ കണ്ടില്ലെന്ന് വയ്ക്കാനും കഴിയുകയില്ല. മാലിന്യമുക്തമാകുന്ന കായലുകളും ജലാശയങ്ങളും യഥാർത്ഥത്തിൽ നമ്മുടെ മത്സ്യസമ്പത്തിനെ വല്ലാതെ നശിപ്പിക്കുന്നുണ്ട്. ഇത്തരം പ്രതികൂല അവസ്ഥകളെ അതിജീവിക്കാൻ കഴിയാത്തവയാണ് കൊഞ്ച്. ഈ സാഹചര്യം കൊഞ്ച് കൃഷിയിൽ ഏർപ്പെടുന്ന കർഷകരെ വല്ലാതെ വലയ്ക്കുന്നുമുണ്ട്. ഭാരതം വിനോദസഞ്ചാരത്തിന്റെ വികാസത്തോടെ വർഷാവർഷം കേരളത്തിലും അതുവഴി കുട്ടനാട്ടിലുമെത്തുന്ന വിദേശികളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. കേരളത്തിന്റെ മീൻ സ്വാദ് എന്ന നിലയിൽ ഇവിടെ എത്തുന്ന ഏതു സഞ്ചാരിയും തലകുലുക്കി സമ്മതിക്കുന്ന രുചിയാണ് കരിമീനിൻ്റേത്. വേമ്പനാട് കായലും പരിസര ജലാശയങ്ങളുമാണ് പണ്ടേ കരിമീൻ പെരുപ്പത്താൽ പ്രസിദ്ധി നേടിയിട്ടുള്ളത്. ഒരുമിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന രണ്ട് സാധ്യതകളാണ് കരിമീനും ടൂറിസവും എന്ന് പറയാം. ഇത്രയൊക്കെയായിട്ടും വിദേശീയരെയും തദ്ദേശീയരെയും ഒരുപോലെ ആകർഷിക്കുന്ന കരിമീനിനെ വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്താനുള്ള താൽപ്പര്യം പ്രചാരത്തിലെത്തിയിട്ടില്ല. ഇന്ന് കരിമീനിന്റെ സ്വാഭാവിക പ്രജനനത്തെയാണ് ഉപഭോക്താക്കൾ ആശ്രയിക്കുന്നത്. ആവശ്യക്കാർ നാൾക്കുനാൾ വർദ്ധിക്കുന്ന കരിമീനിന്റെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷി നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ ഇതൊരു വിജയപ്രദമായ സംരംഭമായി മാറ്റാൻ കഴിയും. ഇന്നത്തെ നിലയിൽ കായൽ മലിനീകരണം തുടർന്നാൽ കരിമീൻ നാളുകളിൽ കിട്ടാനില്ലാത്ത ഒരു വിഭവമായി മാറിയേക്കാം. മനുഷ്യന്റെ അശ്രദ്ധയാണ് ഇതിന് കാരണം. ഈ സ്ഥിതിവിശേഷം മനസ്സിലാക്കി കുമരകത്തെ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ കരിമീനിന്റെ നൈസർഗിക പ്രജനന പ്രക്രിയ ത്വരിതപ്പെടുത്തുന്നതിനും കരിമീന് മാത്രമായി ഒരു ഫിഷ് സാങ്ച്വറി ഒരുക്കുന്നതിനും കഴിഞ്ഞിട്ടുണ്ട്. വിജയിച്ചു കഴിഞ്ഞ ഈ പരിശ്രമങ്ങൾ കേരളത്തിന്റെ മീൻ സ്വാദായ കരിമീനിനെ വംശമറ്റു പോകാതെ നിലനിർത്തുമെന്ന് പ്രതീക്ഷിക്കാം. വംശനാശ ഭീഷണി നേരിടുന്ന മറ്റൊരു നാടൻ മത്സ്യമാണ് മനിഞ്ഞിൽ അഥവാ നെയ്മീൻ. ആസ്ത്മ രോഗത്തിനുള്ള ഔഷധമായും ഉപയോഗിച്ചു വരുന്ന നെയ്മീൻ ആകാര സൗഷ്ഠവം കൊണ്ട് തന്നെ പ്രസിദ്ധമാണ്. തലയും ഉടലും ചെറിയൊരു പാമ്പിനെ അനുസ്മരിപ്പിക്കുന്ന മത്സ്യമാണിത്. മനിഞ്ഞിലിന്റെ സ്വഭാവം കാണിക്കരുതെന്ന ഒരു ചൊല്ലു തന്നെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. സ്വാഭാവിക പ്രജനന സങ്കേതം മാത്രം അവലംബിക്കാതെ കരിമീനിനെ പോലെ നെയ്മീനിനെയും കൃത്രിമ പ്രജനന സങ്കേതത്തിലൂടെ പിരിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ കർഷകർക്ക് ഇവയെ വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്താൻ കഴിയൂ.
കേരളത്തിന്റെ നാടൻ മത്സ്യസമ്പത്തിനെ രക്ഷിക്കാനും സംരക്ഷിക്കാനും തയ്യാറായിക്കൊണ്ട് വിജയം വരിക്കുന്ന ഒരു കാർഷിക രീതിയായി മത്സ്യകൃഷിയെ മാറ്റിയെടുക്കാനും തയ്യാറാവേണ്ടതുണ്ട്. അതിനാദ്യം വേണ്ടത് മത്സ്യപ്രജനനത്തിന്റെയും വളർത്തലിന്റെയും ഗവേഷണ ഫലങ്ങൾ ഉടനുടൻ കർഷകരിലേക്ക് എത്തിക്കുക എന്നതാണ്. അവ കർഷകന് നടപ്പിലാക്കാൻ കഴിയുന്ന വിധത്തിൽ നടപടികൾ സുതാര്യമാകുകയും വേണം. എങ്കിലേ കേരളത്തിന്റെ നാടൻ മത്സ്യരുചി തലമുറകളിലേക്ക് കൈമാറാൻ കഴിയുകയുള്ളൂ. ഈ സാഹചര്യത്തിലാണ് നാടൻ മത്സ്യകൃഷി ചെയ്യുന്ന ഒരു യുവ കർഷകനെ തേടി ഹരിതഭാരതം യാത്രയായത്. ഗ്രാമത്തിന്റെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി കാരിയെയും തിലോപ്പിയയെയും വളർത്തുകയാണ് ഈ യുവാവ്. വ്യത്യസ്തമായ കാർഷിക രീതികൾ പരീക്ഷിക്കുന്നിടത്താണ് കർഷകൻ യഥാർത്ഥത്തിൽ വിജയം വരിക്കുന്നത്. ഈ പ്രമാണത്തെ അന്വർത്ഥമാക്കുന്ന യുവ കർഷകനാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് 2.5 കിലോമീറ്റർ അകലെ ഇരുവെപ്പിൽ താമസിക്കുന്ന സിറിൽ. തൃക്കൊടിത്താനം പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഈ ഭാഗം ജലസമൃദ്ധി കൊണ്ട് മത്സ്യകൃഷിക്ക് അനുയോജ്യമായ സ്ഥലമാണ്. അലങ്കാര മത്സ്യങ്ങളെയും വളർത്തു മത്സ്യങ്ങളെയും വിപണനാടിസ്ഥാനത്തിൽ വളർത്തുന്നതിന് പ്രചാരം കിട്ടിയ സമീപകാലത്ത് തന്നെയാണ് സിറിലും മത്സ്യകൃഷിയിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. ചങ്ങനാശ്ശേരി ടൗണിലെ ചുമട്ടു തൊഴിലാളിയാണ് സിറിലിന്റെ അച്ഛൻ. വീട്ടിൽ അമ്മയും സഹോദരിയുമുണ്ട്. കുടുംബത്തിന് സ്വന്തമായുള്ള സ്ഥലം 1 ഏക്കറാണ്. അതിൽ വീടിരിക്കുന്ന ഭാഗം ഉൾപ്പെടെ 35 സെന്റ് ഭൂമി കരപ്രദേശവും ബാക്കി സ്ഥലം വെള്ളക്കെട്ടുള്ള പാടവുമാണ്. തൃക്കൊടിത്താനം ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്നും SSLCയും NSS കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും പഠിച്ച ശേഷം ITI പാസ്സായി. സ്വന്തമായി സിറിൽ ഒരു വർക്ക്ഷോപ്പ് ആരംഭിക്കുകയും ചെയ്തു. അന്നൊന്നും കൃഷിയിലേക്ക് തിരിയാൻ സിറിൽ ആഗ്രഹിച്ചിട്ടേയില്ല. വാഹന സംബന്ധമായ തകരാറുകൾ കമ്പനി നേരിട്ട് നടത്തിക്കൊടുക്കുന്ന വമ്പൻ വർക്ക്ഷോപ്പുകൾ വ്യാപകമായതോടെ ചെറിയ സംരംഭങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടായി തുടങ്ങി. സിറിലിനെ പോലെയുള്ള അനേകം മെക്കാനിക്കുകൾ തൊഴിലില്ലാത്തവരായി മാറി. ജീവിക്കാൻ വേറെ മേഖലകൾ തേടേണ്ട അവസ്ഥ വന്നു. പഠിച്ച തൊഴിൽ ചെയ്യാനാവാത്ത ഈ സാഹചര്യമാണ് സിറിലിനെ കാർഷിക രംഗത്തേക്ക് തിരിച്ചത്. വർക്ക്ഷോപ്പ് വിട്ട ആ ഒരു സാഹചര്യത്തിൽ എടത്തുവ എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ അമ്മ വീടുണ്ട്. ഞാൻ അവിടെ പോവുകയും ചെയ്തു. അവിടെ ഇങ്ങനെ മുശി വളർത്തുന്നതായിട്ട് കണ്ടു. അപ്പോൾ എനിക്കൊരു താല്പര്യം തോന്നി. നമുക്ക് സ്ഥലമുണ്ടല്ലോ, എന്താണെന്ന് നോക്കിയാൽ. ആ ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് അതിനെപ്പറ്റി പഠിച്ചു, മനസ്സിലാക്കി. അതിനുശേഷം ഇവിടെ അത് ചെറിയ തോതിൽ അങ്ങ് തുടങ്ങുമായിരുന്നു. അതിൽ നിന്ന് ലാഭം കിട്ടുമെന്ന് തോന്നി. എന്നാൽ ഇവിടെ തന്നെ ഉറച്ചു നിൽക്കാമെന്ന് കണ്ടു. അങ്ങനെ മത്സ്യക്കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തുന്ന ഒരു രീതിയായിരുന്നു ആദ്യം. അപ്പോൾ അതിൽ നിന്നെല്ലാം നല്ല ലാഭമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്കൊരു മറ്റൊരാളിൽ നിന്നൊരു പ്രയോജനം ഉണ്ടായി, ഇതിൻ്റെ വിത്തുൽപ്പാദനം നടത്തിയാലോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യം എനിക്ക് ഒത്തു. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ അതും സാധിച്ചിട്ടുണ്ട്. ഇപ്പം ധാരാളം വെള്ളം നിറഞ്ഞ സ്വന്തം പാടത്ത് ആദായകരമായ വിധത്തിലേക്ക് മത്സ്യകൃഷിയെ വികസിപ്പിക്കാൻ സിറിൽ മനസ്സ് വച്ചിടത്താണ് ഇദ്ദേഹം വിജയിയാവുന്നത്. ആഫ്രിക്കൻ മുഷിയിലാണ് സിറിൽ മത്സ്യകൃഷി ആരംഭിച്ചത്. സ്റ്റാർട്ട് ചെയ്ത് തന്നെ മുശിയിലായിരുന്നു. അന്ന് നല്ലപോലെ തീറ്റയൊക്കെ കൊടുത്ത് നല്ലപോലെ വളർന്നു. ഏകദേശം 4 മാസം കൊണ്ട് ഏകദേശം 2 കിലോയ്ക്ക് അടുത്തൊരു ആവറേജ് എനിക്ക് കിട്ടി. പക്ഷേ അത് മാർക്കറ്റ് ചെന്നപ്പോഴത്തേന് മുശിയാണോ ആ ഒരു മൈൻഡിലേക്ക് വന്നതിന് ശേഷം, അതായത് വേസ്റ്റ് തിന്നുന്നതുകൊണ്ട് അങ്ങനെയുള്ള പല കാരണങ്ങളാൽ ഇതിന് ഡിമാൻഡ് കുറഞ്ഞായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ വന്നപ്പം ശരി, എന്നാൽ അത് വേണ്ട, അതിൽ നല്ല എന്തെങ്കിലും ചിന്തിച്ചു. അപ്പം അതിനുശേഷം എനിക്ക് കിട്ടിയത് മലേഷ്യൻ വാളയാണ്. അതും കുഴപ്പമില്ലായിരുന്നു, ലാഭം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് നെയ്യ് കൂടുതൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നതുകൊണ്ടും ഏകദേശം ഈ ഒരു എന്താ പറയുക മലേഷ്യൻ വാള ആ ഒരു ലുക്കിലേക്ക് വന്നതുകൊണ്ടും അത് വേണ്ട, നാടൻ മീൻ എന്തെങ്കിലും നോക്കാം. അങ്ങനെ നോക്കി കരിമീനെ പറ്റി ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് എനിക്ക് തിലാപ്പിയയും കാരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ ഒത്തതും അതിനുള്ള സാഹചര്യം കിട്ടിയതും. ഇവിടെ കാര്യമത്സ്യം വളർത്താൻ തുടങ്ങിയിട്ട് 1 വർഷത്തോളമായി. നന്നെ ചെറിയ രീതിയിൽ ലഘുവായ മുടക്കുമുതലോടെ ആരംഭിക്കപ്പെട്ടതാണ് സിറിലിന്റെ ഈ തൊഴിൽ സംരംഭം. ഇന്നും ഒരു നാട്ടിന് പുറത്തെ സാധാരണ കൃഷിക്കാരന്റെ ഒതുക്കത്തിലും എളിമയിലും സിറിൽ മത്സ്യം വളർത്തുകയും വിൽക്കുകയും ചെയ്യുന്നു. ശാസ്ത്രീയമെന്നോ തികച്ചും അശാസ്ത്രീയമെന്നോ വിവേചിക്കാനാവാത്ത നാടൻ രീതിയാണ് സിറിൽ പിന്തുടരുന്നത്.
3 മാസത്തിന് മുമ്പ് എൻ്റെ കയ്യിൽ നൈലോട്ടിക്ക എന്ന് പറയുന്ന സാധനം കിട്ടി. അതായത് തിലാപ്പിയ പോലെ തന്നെയാണ് ചെറുപ്പത്തിൽ, ഏകദേശം 4 ഇഞ്ച് വളരുന്ന വരെ തിലാപ്പിയാണ് സെയിം. അതിനുശേഷം ഇതൊരു റെഡ് കളറിലേക്ക് വരികയാണ്. അതുപോലെ തന്നെ കരിമീൻ്റെ ആ ഒരു ഷേപ്പിലേക്ക്, അതായത് ഷേപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു കളറും അതുപോലെ തന്നെ ആ ഒരു വീതിയിലേക്ക് വരികയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേന് കരിമീൻ ടേസ്റ്റും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അതിനെപ്പറ്റി വളർത്തുകയും അത് ടേസ്റ്റ് ചെയ്യുകയും അതിനുശേഷം അത് പലയിടത്ത് അതിൻ്റെ സപ്ലൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെയും കരിമീനിന് തന്നെ ഏറ്റവും പ്രിയം. 80 രൂപ വരെ വിപണിയിൽ നിന്ന് കരിമീനിന് ലഭിക്കാറുണ്ടെന്ന് സിറിൽ പറഞ്ഞു. എങ്കിലും മീൻ കുഞ്ഞുങ്ങളുടെ വിൽപ്പനയിലാണ് അധികപക്ഷവും ശ്രദ്ധിക്കുന്നത്. സിറിലിന്റെ ഇന്നത്തെ പ്രധാന വരുമാന മാർഗവും അതുതന്നെ. മീൻ കുഞ്ഞുങ്ങൾക്ക് 2.5 ഇഞ്ച് വളർച്ചയെത്തുമ്പോൾ വിൽപ്പന തുടങ്ങും. കൈത്തീറ്റ തിന്നു തുടങ്ങുന്ന പ്രായമാണത്. ആ ഘട്ടം വരെ സംരക്ഷിച്ച ശേഷം വിൽക്കുന്നതിനാൽ മീൻ കുഞ്ഞുങ്ങൾ കേടുപാടില്ലാതെ ജീവിക്കുന്നതിനും അത് സഹായിക്കും. താൻ വിൽക്കുന്ന കുഞ്ഞുങ്ങൾ മറ്റൊരാൾക്ക് പ്രയോജനപ്പെടണമെന്ന നിർബന്ധമാണ് അതിന് കാരണം. 80 പൈസ തൊട്ട് മുകളിലേക്കാണ് ഒരു കുഞ്ഞിന് വിലയായി വാങ്ങുന്നത്. ഇതിനകം തിലോപ്പിയയുടെ 20,000 കുഞ്ഞുങ്ങളെ വരെ സിറിൽ സ്വന്തം നിലയിൽ വിൽപ്പന നടത്തിയിട്ടുണ്ട്. 12 സെന്റ് സ്ഥലത്തിൽ ഏകദേശം 1000 കുഞ്ഞിനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2-3 മാസം പ്രായമാകുമ്പോൾ ഇത് പ്രത്യുൽപാദനം നടത്തി നല്ലപോലെ കുഞ്ഞുങ്ങളുണ്ടായിരിക്കും. അതിനെ ഏകദേശം 1 വർഷം വരെ ലാഭം പ്രതീക്ഷിക്കാത്ത രീതിയിലാണെന്നുണ്ടെങ്കിൽ ആ ബാച്ച് വളരുന്നതും ആ ബാച്ചിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങളും കൂടെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1 വർഷം കഴിയുമ്പോൾ നമുക്ക് വലിയ കണ്ണിയുള്ള വല ഉപയോഗിച്ച് വലുതിനെ മാത്രം കളക്ട് ചെയ്യാം. അത് നമുക്ക് നല്ലതാണ്. ആ ബാലൻസ് വരുന്നത് എന്താണ്? ചെറുതാണ് കുഞ്ഞുങ്ങൾ അല്ലേ? ആ കുഞ്ഞുങ്ങളും അവിടെ കിടന്ന് വളരുകയാണ്. അതിനുള്ള തീറ്റ കൊടുക്കുക. അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 വർഷത്തിന് ശേഷം ഏകദേശം 3-ാം മാസം അല്ലെങ്കിൽ 4-ാം മാസം നമുക്ക് വിളവെടുക്കാവുന്നതാണ്. സ്വന്തം കുളത്തിലെ പരീക്ഷണങ്ങൾ സിറിലിനെ പല പാഠങ്ങളും പഠിപ്പിച്ചു. തവിടും പിണ്ണാക്കും പായലും അടങ്ങുന്ന ലളിതമായ ആഹാര രീതിയിലൂടെ മീൻ വളർത്താം. എന്നിട്ടും 8 മാസം കൊണ്ട് കാരി മത്സ്യം 250 ഗ്രാം വരെ വളർച്ച കാണിക്കുന്നുണ്ട്. പല അറിവുകളും പകർന്നു കിട്ടിയത് യാദൃച്ഛികമായിട്ടാണെന്ന് സിറിൽ പറയുന്നു. കാരി നാടൻ മീനാണ്, അതുകൊണ്ട് തന്നെ നോർമൽ ബ്രീഡിംഗ് ആണെന്നുള്ള ധാരണയിൽ ഏകദേശം 1 വർഷം മുമ്പ് പടിഞ്ഞാറ് നാടുകളിൽ നിന്ന് കാരി മുട്ട ചെറുതും വലുതുമായിട്ട് കാരിയെ കളക്ട് ചെയ്തിരുന്നു. അതായത് കിട്ടാനില്ലല്ലോ, കുഞ്ഞുങ്ങളെ കിട്ടാനില്ല, അതുകൊണ്ട് കളക്ട് ചെയ്തിരുന്നു. ഓട്ടോമാറ്റിക്കലി ആ 12 അല്ലെ ആ ഒരു 10 സെൻറ്റ് കുളത്തിൽ കിടന്ന് ഇത് വിരിഞ്ഞോളും എന്നുള്ള കണക്കൂട്ടിലായിരുന്നു. അപ്പം നമ്മുടെ ഈസ്റ്ററിൻ്റെ സമയത്ത് ഞാനൊന്ന് വെള്ളം പറ്റിച്ച് നോക്കി. ആ സമയത്ത് ഇതെല്ലാത്തിനും മുട്ടയായിരുന്നു. ആ സമയത്ത് ഞാനിങ്ങനെ ചിന്തിച്ചു. അപ്പം ഇതുപോലെ എന്നെ പഠിപ്പിച്ച സാറും അധ്യാപകരുണ്ട്, അവരോടൊക്കെ ഞാൻ ചോദിച്ചു, സാർ ഇത് ഓട്ടോമാറ്റിക്കലി ബ്രീഡിങ് ആയിക്കോളത്തില്ല, അല്ലെ മുട്ടയിട്ട് വിരിഞ്ഞോളത്തില്ല എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേന് ഓട്ടോമാറ്റിക്കലി എല്ലാത്തിനും മുട്ടയുണ്ട്, പക്ഷേ നാച്ചുറലായിട്ട് അത് ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കത്തില്ല എന്ന് ഈ അധ്യാപകൻ എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേന് ഞാൻ ചിന്തിച്ചു, പിന്നെ എങ്ങനെ ഇതിനെ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏകദേശം 1 മാസത്തോളം വെയിറ്റ് ചെയ്ത് കണ്ടൽക്കാട് പോലുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുക. അതായത് ഈ മുട്ട സേഫായിട്ട് സൂക്ഷിക്കാനും അത് അവിടെ നിന്ന് വിരിയാനും മറ്റ് മത്സ്യങ്ങളിൽ നിന്ന് സംരക്ഷണം നേടാനുമുള്ള ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യം മുട്ടയെടുത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ചിന്തിപ്പിച്ച് കരയ്ക്ക് എടുത്തുകൊണ്ട് നമ്മുടേതായിട്ടുള്ള ഒരു രീതിയിൽ ഇതൊന്ന് നോക്കിയാലെന്താ. അതായത് ഏകദേശം ഒരു 150-200 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കിൽ ഇതിനെ ഇട്ട് ആ രീതിയിലൊന്ന് നോക്കിക്കൂടാ. അങ്ങനെ ചിന്തിച്ചപ്പം അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്ത് പുറമേ നിന്നുള്ള ഇടപെടലൊന്നും ഇല്ലാതുകൊണ്ട് ആ രീതിയിൽ ചിന്തിച്ചു. അങ്ങനെ നോക്കി പല പ്രാവശ്യം ചെയ്തതിന് ശേഷം ഓരോ കാര്യങ്ങൾ മാറ്റി മാറ്റി ചെയ്തു. ഇത് മുട്ടയിടുകയും ആ മുട്ട കളക്ട് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ഏകദേശം 24 മണിക്കൂർ കൊണ്ട് അത് വിരിയുകയും ചെയ്തു. മീൻ കുഞ്ഞുങ്ങൾക്ക് നൽകി വരുന്ന പ്രധാന ഭക്ഷണം ചെമ്മീൻ പൊടിയാണ്. മുട്ട വിരിയിക്കൽ പ്രക്രിയ വളരെ സാധാരണവും നിഷ്പ്രയാസവുമാണെന്ന് ഇവിടുത്തെ സമ്പ്രദായം നിരീക്ഷിച്ചാൽ വ്യക്തമാകും. ഒരാണും ഒരു പെണ്ണും ആ രീതിയിലാണ് ഇട്ട് കൊടുക്കുന്നത്. ആ സിറ്റുവേഷൻ കൊടുത്തുകൊണ്ട് ഇത് പൊതുവെ മൺസൂൺ കാലത്ത്, അതായത് മഴ അതുപോലുള്ള സിറ്റുവേഷനിലാണ് മുട്ടയിടുന്നത്. അപ്പോൾ ഈ മഴ നമ്മൾ കൃത്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷവർ മുഖേനയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അല്ലേ? ആ ഷവർ മുഖേന ഇത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു മഴയായി. അതിനുശേഷം ഇത് മുട്ട സേഫായിട്ട് പറ്റിച്ച് വെക്കുകയാണ് സാധനം ചെയ്യുന്നത്. ആ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്നപ്പോഴത്തേന് ഏകദേശം 24 മണിക്കൂറുണ്ട്. 24 മണിക്കൂറായപ്പോഴത്തേന് ആ മുട്ട പയ്യെ വിരിയാൻ തുടങ്ങി. അത് വിരിഞ്ഞു. ഏകദേശം അടുത്ത 6 മണിക്കൂർ കൊണ്ട് എല്ലാം വിരിഞ്ഞതിന് ശേഷം അവിടുന്ന് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. വേറൊരു പാത്രം എന്ന് പറഞ്ഞാൽ
പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 50 ലിറ്ററോളം കൊണ്ടുവന്ന ഒരു ബോക്സിലേക്ക് മാറ്റി. അവിടെ ഇതുപോലെ തന്നെ ത്രൂ വെള്ളം മാറുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്ന് കൊണ്ടുവന്നതിന് ശേഷം ഒരു ടർപ്പാലിൻ്റെ ഒരു ടാങ്കിലേക്ക് മാറ്റുകയാണ്. ഏകദേശം 1/4 അടി വെള്ളം നിൽക്കുന്ന ഒരു ടർപ്പാലിൻ്റെ ടാങ്കിലേക്ക് കൊണ്ടുവരിക. അതായത് ഇതിനെ ഫ്രീ ആയിട്ട് ഓടി നടക്കുവാനും ഓടി നടന്ന് വളരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക. അവിടെ ഏകദേശം 20 ദിവസത്തോളം വളരും. ആ 20 ദിവസം കൊണ്ട് ഏകദേശം 1 ഇഞ്ചോളം വരും. അതിനുശേഷം അവിടെ നിന്ന് അതിനെ കളക്ട് ചെയ്ത് ഗ്ലാസ് ടാങ്കിലേക്ക് മാറ്റുക. അപ്പം ഏകദേശം 4 ദിവസം പ്രായമാകുമ്പോഴത്തേന് 4-5 ദിവസം പ്രായമാകുമ്പോഴത്തേന് ഇതിൻ്റെ ഈ വിരിയുന്ന മുട്ടയിലെ ഉണ്ണി അങ്ങ് തീരും. അതായത് കുഞ്ഞിൻ്റെ ഉണ്ണി അങ്ങ് തീരും. അതിനുശേഷമാണ് ഇത് തീറ്റി തിന്നാൻ തുടങ്ങുന്നത്. സിറിലിൻ്റെ ഈ നാടൻ മത്സ്യകൃഷി വളരെ ലാഭകരമായി മുന്നേറുന്നുണ്ട്. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന പ്രമാണമാണിവിടെ മാർഗദർശനമായത്. അച്ഛനും അമ്മയും സുഹൃത്തുക്കളും സിറിലിനെ തൊഴിലിൽ സഹായിക്കുന്നുണ്ട്. മത്സ്യകൃഷി നടത്താൻ ഉദ്ദേശിക്കുന്ന കുളത്തിലെ വെള്ളത്തിൽ ഓക്സിജന്റെ അളവ് കുഞ്ഞുങ്ങൾക്ക് വളരാനും മാത്രം അനുയോജ്യമാണോ എന്നറിയാൻ ഒരു ചെറിയ പരീക്ഷണം മാത്രം മതി. കുളത്തിൽ നിന്ന് ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്ത വെള്ളത്തിൽ 2 തുള്ളി യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്ന ദ്രാവകം ഇറ്റിക്കുക. നന്നായി ഇളക്കിയാൽ ട്യൂബിലെ വെള്ളത്തിന്റെ നിറം മാറും. യൂണിവേഴ്സൽ ഇൻഡിക്കേറ്ററിനൊപ്പം ലഭിക്കുന്ന സൂചന നോക്കി ട്യൂബിലെ വെള്ളത്തിലെ ഓക്സിജന്റെ അളവ് ആർക്കും സ്വയം വിലയിരുത്താനാകും. വെള്ളത്തിൽ ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് കുമ്മായം ഉപയോഗിച്ചാൽ മതി. ഈ വിധത്തിൽ ജലപരിശോധന നടത്തി ആർക്കും വീട്ടുവളപ്പിൽ മത്സ്യകൃഷി നടത്താവുന്നതാണ്. ആവാസ വ്യവസ്ഥയെ ഇണക്കി നിർത്തുന്ന ഒരു കുളം നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടാകുന്നത് പരിസ്ഥിതിക്കും നല്ലത് തന്നെ. പോക്കറ്റിൽ സ്വന്തമായി 4 നല്ല പുത്തൻ വീഴാൻ ഇഷ്ടമില്ലാത്തത് ആർക്കാണ്? പേര് കേട്ടാൽ തന്നെ നാവിൽ രുചി വിളയുന്ന നാടൻ മത്സ്യങ്ങൾ നാട്ടിൻ പുറങ്ങളിൽ നിന്നും ജലാശയങ്ങളിൽ നിന്നും പിൻവാങ്ങാതിരിക്കട്ടെ. കേരളത്തിന്റെ നാടൻ മത്സ്യസമ്പത്ത് സംരക്ഷിക്കേണ്ട ബാധ്യത ഓരോ മലയാളിക്കുമുണ്ട്. ആ ചുമതലാബോധം വൈകാരികമായി ഏറ്റെടുക്കാൻ ഓരോരുത്തരും പ്രാപ്തി നേടണമെന്ന തിരിച്ചറിവിലേക്കാണ് ഹരിതഭാരതം ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഹരിതഭാരതം കർഷക ഭാരതം ഹരിതഭാരതം കർഷക ഭാരതം സസ്യശ്യാമളം ഹരിതഭാരതം വേദദായകം വന്ദനം ക്ഷീരസാഗരം പുണ്യഭാരതം അഖണ്ഡ ഭാരതം വന്ദനം. വിജയങ്ങൾ കൊയ്യാൻ ഇനി നമ്മളുണരാം, കണ്ണെത്താ ദൂരം വരാം. ഒന്നിച്ചു പാടാം, ഒന്നായി പറക്കാം, ആകാശമേഘം തൊടാം. ഹരിതഭാരതം